ഹായ്, നമസ്കാരം. ഹെയർ കളറിങ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ നമ്മളുടെ മുടിയിലെ ഹെയർ കളർ അധിക നാൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും നല്ല ഭംഗി നല്ല സിൽക്കി ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. കളറിങ് പലതരത്തിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ടെമ്പററി ആയിട്ടും സെമി പെർമനന്റ് ആയിട്ടും പെർമനന്റ് ആയിട്ടും നമുക്ക് ഹെയർ കളറിങ് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് ഹെയർ കളറിങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് മുഖം നല്ല അട്രാക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഹെയർ കളറിങ് വളരെ ഗുണപ്രദമാണ്. മുഖത്തിന് ചേരുന്ന നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന കളർ തിരഞ്ഞെടുക്കുന്നത് വഴി മുഖം നല്ല അട്രാക്റ്റീവ് ആക്കി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചിലവർ നമ്മൾ കളർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേ കവറേജിനാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാനായിട്ടൊക്കെ അത് കാരണമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ന്യൂ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ കളറിങ് ഭയങ്കര നല്ലതാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട ഒരു ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഹെയർ കളറിങ് വളരെ നല്ല ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഫേസ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട്, അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഹെയർ കട്ടുകളൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ടും നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ കളറിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കളറിങ് ചെയ്യുന്നത് വഴി സെൽഫ് കോൺഫിഡൻസ് നമുക്ക് നല്ല രീതിയിൽ വർദ്ധിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. വോളിയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു വോളിയം ഇല്യൂഷൻ കൊണ്ടുവരാനായിട്ട് നമുക്കിത് വളരെയധികം സഹായിക്കും. അപ്പൊ വളരെ തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിലോ ഷോർട്ട് ഹെയർ ആണെങ്കിലോ നമുക്ക് ഒരു വോളിയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പൊ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വോളിയത്തിന്റെ ഒരു ഇല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ കളറിങ് ചെയ്യിപ്പിക്കാറുമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ കളറിങ് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ അതൊരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ ഒരു ഷൈനിങ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കളറിങ് ഗുണം ചെയ്യുന്നുണ്ട്. അതായത് ചില കളേഴ്സ് ഒക്കെ അത് ഓട്ടോമാറ്റിക്കലി അതിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ഒരു പ്രത്യേക ഷൈനിങ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസകരമായിട്ട് മുടി കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഹെയർ കട്ടിങ്, പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ടിലെ ഫെദർ കട്ട് ലെയർ കട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ കട്ടിങ്ങിന്റെയും എടുത്തെടുത്ത് കാണിക്കത്തക്ക തരത്തിൽ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ്. വളരെ രസകരമായിട്ട് നമുക്ക് ഓരോരുത്തരുടെയും സ്കിൻ ടോണിനനുസരിച്ചിട്ട് നമ്മൾ ഈ കളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം. കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറെ കാലം നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടും മുടിക്ക് ഡ്രൈനെസ് മറ്റു പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് സൾഫർ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ pH വ്യത്യാസം വരാതെ സൾഫർ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുന്നത് വഴി നല്ല ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റോട് കൂടി മുടി നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാം. കണ്ടീഷണർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഇതുപോലുള്ള പ്രൊഡക്ട്സുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പ്രത്യേകിച്ച് കളറിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടിയുടെ ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഒട്ടും നഷ്ടപ്പെടുത്താതെ നല്ല ഗ്ലേസിങ്ങോട് കൂടി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ആഴ്ചയിൽ 2-3 തവണയായിട്ട് നമ്മുടെ ഹെയർ വാഷിനെ നമ്മൾ ചുരുക്കുന്നതും വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ UV ലൈറ്റിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ എടുക്കുന്നത് നല്ലതാണ്. അത് ഭയങ്കരമായിട്ട് സൺ എക്സ്പോഷർ പോവാതെ നമ്മൾ UV ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും മുടിക്ക് വളരെ നന്നായിരിക്കും. കാരണം UV ലൈറ്റ് അധികം എടുക്കുന്നത് വഴി നമുക്ക് ഒരു ഡൾനെസ് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ സ്ട്രൈറ്റനിങ്, ബ്ലോ ഡ്രൈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. വല്ലപ്പോഴും ഒക്കെ ആകാം. സ്ഥിരമായിട്ട് അങ്ങനെയുള്ള സ്റ്റൈലിംഗ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഗ്രേ കവറേജിനൊക്കെ ഉള്ളവരാണെങ്കിൽ റൂട്ട് ടച്ചപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ കളറിങ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടും കൂടുതൽ കാലം നിലനിൽക്കാനായിട്ടും നല്ല ഭംഗിയായിട്ടും നല്ല ഒരു ഷൈനിങ് എഫക്റ്റോട് കൂടി നിലനിർത്താനായിട്ടും സാധിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന ഈ സ്ഥാപനം ഇവിടെ ഒരു അക്കാഡമി കൂടി നടത്തപ്പെടുന്നുണ്ട്. അപ്പൊ ഈ അക്കാഡമിയിലേക്കുള്ള പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മെറ്റോളജി ഉണ്ട്, കോസ്മെറ്റോളജി ഡിപ്ലോമ കോഴ്സുകളുണ്ട്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഹെയർ എക്സ്റ്റൻഷൻ, അങ്ങനെ പലതരത്തിലുള്ള ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇവിടെ നടത്തിപ്പെടുത്തി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നും ഒക്കെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അടുത്ത അടിപൊളി വീഡിയോയുമായിട്ട് കണ്ടുമുട്ടുന്നത് വരെ താൽക്കാലികമായി വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.